മുസ്ലിം വിരുദ്ധ പരാമർശം വിവാദമാകുമ്പോഴും നിലപാട് മാറ്റില്ല എന്ന് ആവർത്തിക്കുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കാന്തപുരം എന്ത് കുന്തമെറിഞ്ഞാലും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. വർഗീയത പരത്തുന്നതിന് തനിക്കെതിരെ കേസെടുക്കൂ എന്നും വെള്ളാപ്പള്ളി വെല്ലുവിളിച്ചു. ഇതിനിടെ വെള്ളാപ്പള്ളിക്കെതിരെ സമസ്ത ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകളും മുസ്ലിം ലീഗും പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. എന്നാൽ എറണാകുളത്ത് നടന്ന ആദരിക്കൽ ചടങ്ങിൽ മന്ത്രി VN വാസവൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, കോൺഗ്രസ് നേതാവ് K ബാബു എന്നിവർ വെള്ളാപ്പള്ളിയെ പുകഴ്ത്താൻ മത്സരിക്കുകയാണ് ചെയ്തത്. 40 കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സമുദായമാണ്. നമ്മുടെ പ്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ നിരസംഖ്യ പറഞ്ഞ് 2 സീറ്റ് പറഞ്ഞു. അതിൽ മലപ്പുറത്ത് 4 സീറ്റ് അങ്ങ് കയറി. അപ്പോൾ വാശിയായിട്ട് ഒരു പ്രൊഡക്ഷൻ കയറ്റി നിരസംഖ്യ. വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശത്തെ രൂക്ഷമായാണ് മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രിക വിമർശിച്ചത്. വെള്ളാപ്പള്ളി കേരള തൊഗാഡിയാകാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു കുറ്റപ്പെടുത്തൽ. അതേസമയം വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിൽ സർക്കാരിന് നേരെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം. വെള്ളാപ്പള്ളി നടത്തുന്ന പരാമർശത്തോട് ആത്മസംയമനമാണ് നല്ലതെന്ന് പറഞ്ഞ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഭരണകൂടമാണ് കേരളത്തിലുള്ളതെന്നും വിമർശിച്ചു. അത് ചില കാര്യങ്ങളിലല്ല, മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറയാറില്ലേ, അത് ഈ കാര്യത്തിലൊക്കെ അത് വളരെ അർത്ഥവത്താണ്. പ്രത്യേകിച്ച് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു ഭരണകൂടമാണുള്ളത്. ഇപ്പോൾ കണ്ടില്ല, പിന്നെ ഇവിടുത്തെ നമ്മുടെ ഇലക്ട്രിസിറ്റി ലൈൻ തട്ടി മരിച്ച ആ കുട്ടിയുടെ കാര്യത്തിൽ പോലും സർക്കാർ ഉത്തരവാദപ്പെട്ട വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ല. വിവാദ പ്രസ്താവനയിൽ മറുപടി പറയേണ്ടത് സർക്കാരാണെന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ. പച്ചയ്ക്ക് വർഗീയത പറയാൻ സർക്കാർ കൂട്ടുനിൽക്കുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. ഭരിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ കാര്യത്തിന് മറുപടി പറയേണ്ടത്. അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇത് ഉത്തരേന്ത്യയിലല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്തല്ല. നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ അവിടെ തൊഗാടി അത് പറഞ്ഞു, ഇവിടെ ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ കേരളത്തിലാണ്. കേരളത്തിൽ ഇത്ര വിഭാഗീയമായും വർഗീയമായും കാര്യങ്ങൾ പറയാൻ പറ്റുമോ? അത് ഏത് സമുദായ നേതാവാണ്? പണ്ട് പറഞ്ഞവരൊന്നും ഇപ്പോൾ ചിത്രത്തിലില്ല. വെള്ളാപ്പള്ളിയുടെ വാക്കുകൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ PR ഏജൻസിയാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് അതാണ് അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആര് പറഞ്ഞിട്ടാണെന്ന് ഞങ്ങൾക്കറിയാം. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നറേറ്റീവാണ് ഈ സാധനം. സമസ്തയിലെ ഇരുവിഭാഗങ്ങളും ശക്തമായ വിമർശനമാണ് വെള്ളാപ്പള്ളിക്ക് നേരെ ഉയർത്തിയത്. വെള്ളാപ്പള്ളി വിശ്രമ ജീവിതം നയിക്കണമെന്നായിരുന്നു AP കാന്തപുരം വിഭാഗം നേതാവ് റഹ്മത്തുള്ള സഖാഫിയുടെ വാക്കുകൾ. വിദ്വേഷ പരാമർശത്തിൽ വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കണമെന്നായിരുന്നു SYS സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറയുടെ പ്രതികരണം. ഇത് പല തവണ നടത്തി, ചിലപ്പോഴൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് ശക്തമായ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. അതിന് വൈകുന്ന ഓരോ നിമിഷങ്ങളും നമ്മുടെ ജനാധിപത്യ കേരളത്തിന് അപമാനമുണ്ടാക്കുന്ന നിമിഷങ്ങളാണ്. സർക്കാർ കർശനമായ നടപടിയിലേക്ക് പോകണം. ഇവരുടെയൊക്കെ അജണ്ടകൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പൊതുസമൂഹം അത് മനസ്സിലാക്കണം. ഉത്തരവാദപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾ അതിൽ നടപടി ഉണ്ടാകണം. ഇത്തരം ആളുകളെ കയറൂരി വിടുന്ന സാഹചര്യം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ വിമർശനം നേരിടേണ്ടി വരുമ്പോഴും നിലപാടിൽ നിന്ന് അയയാൻ തയ്യാറല്ലെന്ന് വെള്ളാപ്പള്ളി വ്യക്തമാക്കി. എറണാകുളം പള്ളുരുത്തിയിൽ നടന്ന ആദരിക്കൽ ചടങ്ങിൽ വെള്ളാപ്പള്ളി വിദ്വേഷ പരാമർശം ആവർത്തിച്ചു. വിദ്വേഷ പരാമർശത്തിൽ കേസെടുക്കാനും വെല്ലുവിളിച്ചു. താൻ പറയുന്നത് സമൂഹത്തിനു വേണ്ടിയെന്നും കാന്തപുരം എന്ത് കുന്തമെറിഞ്ഞാലും പറയേണ്ടത് പറയുമെന്നും വെള്ളാപ്പള്ളി പ്രതികരിച്ചു. ഞാൻ ഒരു സമുദായത്തിനെതിരല്ല, പക്ഷെ സാമൂഹ്യ നീതിക്ക് വേണ്ടി ഞാൻ പറയും. ഇന്നും പറയും, നാളെയും പറയും. എന്റെ കോലം കത്തിച്ചാലും കാന്തപുരം എന്തു കുന്ത എടുത്തെറിഞ്ഞാലും ഞാൻ പറയാനുള്ളത് പറയും. വിവാദം കൊഴുക്കുന്നതിനിടെ എറണാകുളത്തെ ആദരിക്കൽ ചടങ്ങിൽ മന്ത്രി VN വാസവൻ, BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, കോൺഗ്രസ് നേതാവ് K ബാബു MLA എന്നിവർ വെള്ളാപ്പള്ളിയെ മത്സരിച്ചു പുകഴ്ത്തി. അദ്ദേഹം ഈ ധൈര്യം കാണിക്കുമ്പോൾ, ഒരു ഫിയർലെസ് ആയിട്ട് മുമ്പോട്ട് വെക്കുന്ന ജനങ്ങളുടെ അവകാശത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് വളരെ ഇൻസ്പിറേഷൻ കിട്ടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻജി. അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നും 88 വയസ്സായെങ്കിലും 18ന്റെ
യൗവന പ്രസരത്തോടുകൂടി SNDPയെ മുന്നോട്ട് നയിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവിധത്തിലുള്ള അനുമോദനങ്ങളും ആശംസകളും നേരുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്നത് നിർണായകമാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം, കോഴിക്കോട്.